കൊന്നിച്ചോ മിനസാൻ നമ്മുടെ സാൻ മേസന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 10ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സാൻ മേസനെ നിങ്ങൾ പലരും പറഞ്ഞിരുന്നു നമ്മുടെ സിയോൺ അവന്റെ കൂടെ പോകുന്നു, പലരും പോകത്തില്ലെന്ന് പറഞ്ഞു. സോ എന്തായാലും ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ സെക്കൻഡറി പേജ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രമേ ഈ വീഡിയോ നിങ്ങൾ കാണാൻ പാടുള്ളൂ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്തെ തന്നെ സിയോൺ പറയിച്ചേ, നീ എന്നെ ചിരിപ്പിക്കുവാണോ? കള്ളക്കളവാ, നിനക്കെന്നെ തലക്കകത്ത് ആൾ താമസമില്ലേ? നീ പറഞ്ഞു വരുന്നത് ഒരു വീട്, ഒരു ബെഡ്, തല ചായ്ക്കാനായിട്ട് ഒരു ഷെയ്ഡ്, അതെല്ലാം കളഞ്ഞിട്ട് ഈ മരുഭൂമിയിൽ ഞാൻ നിന്റെ കൂടെ വരണമെന്നാണോ? ആ, അത് തന്നെ. അപ്പൊ പിന്നെ ഇനി ചിന്തിക്കാനൊന്നുമില്ല. ബാ, പോയേക്കാം. പിന്നെ ഒരു കാര്യം മറക്കണ്ട കേട്ടോ, ആരെങ്കിലും എൻ്റെ അടുക്കാൻ മുട കാണിച്ചു കഴിഞ്ഞാൽ എന്ത് വില എടുത്തും അവരുമായിട്ട് റിവെഞ്ച് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി വീക്കറാണ്. ആ കൂട്ടത്തിൽ നീയും ഉണ്ട് കള്ളക്കളവാ. അതുകൊണ്ട് നിന്റെ കൂടെ ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, നീ ശരിക്കും സ്ട്രോങ്ങറാണ്. ഈവൻ നിന്നെക്കാൾ സ്ട്രോങ്ങർ ഒരാളെ കാണുന്നപോലും എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ സ്ട്രോങ്ങറായി മാറും, അതെനിക്ക് ഉറപ്പാണ്. ഉറപ്പായിട്ടും നീ ചാകുമെന്ന് പറ. ആ, എന്തായാലും ഉറപ്പായിട്ടും ഞാൻ നിന്നെ ഫോളോ ചെയ്യും ആൻഡ് നിന്നെക്കാട്ടും സ്ട്രോങ്ങർ ആകുകയും ചെയ്യും. അത് കൊള്ളാം, അതെനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഉള്ളത് പറയാലോ, എടാ വീട്ടി, നീ ഇത് ശരിക്കും റിഗ്രറ്റ് ചെയ്യും. അപ്പൊ ബാ, പോയേക്കാം, നമുക്ക് കുറച്ച് നടക്കാണെന്ന് പറഞ്ഞ് ആ നേരെ തിരിഞ്ഞ് നടന്നു. പിന്നെ കാണിക്കുന്നത് നട്ടുച്ചയാണ്. സിയോണ് ഒരു അടി പോലും എടുത്ത് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു. എടാ കളവാ, ഒന്ന് പതുക്കെ പോ, എനിക്ക് പറ്റുന്നില്ല. 6 മണിക്കൂറല്ലേ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് പറ്റത്തില്ല. വാ, പതുക്കെ പോ, നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. എന്നാൽ അവൻ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. എടാ കളവാ, ഞാൻ നിന്നോടാടാ പറയുന്നത്, എനിക്ക് പറ്റത്തില്ലേ, എനിക്കിത് പറ്റത്തില്ല. പറയുന്ന കേൾക്ക്, എനിക്കിത് പറ്റത്തില്ല. ഇതെന്തൊരു ചൂടാണ്. അറ്റ്ലീസ്റ്റ് 40 ഡിഗ്രി എങ്കിലും കാണും. അല്ല അല്ല അല്ല, 50 ഡിഗ്രി. അതിലുപരി ഈ മണ്ണിലൂടെ നടക്കാൻ എന്നാ പാടാണ്. കാല് കുഴിഞ്ഞു പോകുവാണ്. എങ്ങനെയാണെങ്കിൽ വല്ല ഡീഹൈഡ്രേഷനോ അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്കോ കാരണം ഞാൻ ചാകുമെന്നാണ് തോന്നുന്നത്. ഇത് ഞാൻ എങ്ങനെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? നീ ശരിക്കൊരു വിഡ്ഢിയാണെന്ന് പറയുന്നത് വെറുതെ അല്ല. നീ നിന്റെ പവറിന്റെ 1% പോലും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അല്ല, താങ്കൾ എന്താണ് പറഞ്ഞത്? എടാ വിഡ്ഢി, നിന്റെ പവർ തന്നെ ഈ സാൻഡ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് നീ നടക്കാൻ ഇത്ര കഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അത് നിനക്ക് അങ്ങനെ പറഞ്ഞാൽ പോരെ? ഒരു ദിവസം പോലും ആയില്ല ഞാൻ അവൈക്കൺ ചെയ്തിട്ട്. അല്ല, അതിനെന്തെങ്കിലും കാര്യമുണ്ടോ? ഞാനൊരു എഫ് റാങ്കാണ്, നിന്നെപ്പോലെ എസ് റാങ്കൊന്നുമല്ല. ഞാൻ എന്ത് ചെയ്യാനടാ കളവാ? ഇത് കേട്ടപ്പോൾ അവന് ശരിക്കും ദേഷ്യം വന്നു. ദേ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. എഫ് ആണെങ്കിലും എസ് ആണെങ്കിലും അതിനൊന്നും ഇവിടെ ഒരു കാര്യമില്ല. ഇവിടെ ജനിച്ചു വീഴുന്ന കുട്ടിയൊന്നും എസ് റാങ്കിലായിട്ടല്ല ജനിച്ചു വീഴുന്നത്. ഓരോരുത്തരും തുടങ്ങാൻ നേരത്ത് അവർ വീക്ക് തന്നെ ആയിരിക്കും. ആ വീക്കിൽ നിന്ന് അവരെങ്ങനെ സ്ട്രോങ്ങറായി മാറുന്നു, അത് അവരുടെ മൈൻഡ് സെറ്റാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ജീവിച്ച് വീഴാൻ നേരത്ത് തന്നെ ഇവിടെ ബ്ലെസ്ഡ് ആയിട്ട് ഒരാളും പോലും വരുന്നില്ല. അത് നീ മനസ്സിലാക്കിയ അത്രയും നല്ലത്. ബ്ലെസ്ഡ് ആയിട്ടല്ലേ? അതുകൊണ്ട് പെമ്പിള്ളാരെ പോലെ കിടന്ന് കാര്യാതെ നിന്റെ എബിലിറ്റീസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് നേരത്തെ ചിന്തിച്ചു കൂട്ട്. എന്നിട്ട് നീ മുന്നിലേക്ക് നടക്ക്. ആദ്യം നിന്റെ തലക്കകത്തുള്ള തലച്ചോറ് ഒന്ന് പ്രവർത്തിപ്പിക്കേ. അത് നിന്റെ മാത്രം എബിലിറ്റിയാണ്, അത് നിനക്കുള്ള എബിലിറ്റിയാണ്. അത് മറ്റാരെക്കാട്ടും നിനക്ക് മാത്രമേ ചിന്തിച്ച് ചെയ്യാനും പറ്റത്തുള്ളൂ. സോ ആദ്യം നീ അതെന്താന്ന് മനസ്സിലാക്ക്. അല്ലകളവാ, പറഞ്ഞത് മനസ്സിലായെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനെ നേരെ നിലത്തേക്ക് എടുത്ത് കുത്തുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവൻ അവൻ്റെ കാല് യൂസ് ചെയ്യുന്നതാണ്. അടുത്ത സെക്കൻഡ് അവൻ്റെ ചുറ്റിനുള്ള ആ ഒരു സാൻഡൊക്കെ മുകളിലേക്ക് ഉയർന്നു. അപ്പോൾ കണ്ടിട്ട് 5 മീറ്റർ മാത്രമേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റിംഗ് ആണ്. പക്ഷേ എൻ്റെ കാലിൻ്റെ താഴത്തുള്ള മണ്ണ് മാത്രം എനിക്ക് സൈഡിലേക്ക് മാറ്റാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്റ്റാമിനെ കുറച്ചുകൂടെ കൺസ്യൂം ചെയ്യാൻ പറ്റത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ആ സാൻഡ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കളാ, നോക്ക് നോക്ക്, ഞാൻ ഇത് ഓടണം കണ്ട, എനിക്ക് സിമ്പിളായിട്ട് നടക്കാമെന്ന് പറഞ്ഞ് ആ നേരെ മുന്നിലേക്ക് ഓടി. അല്ല, ഇതൊട്ടും നല്ലതല്ല. പക്ഷേ എൻ്റെ മാന നന്നായിട്ട് തന്നെ ഇവിടെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇത് ലോങ് ടൈമിൽ എന്തായാലും ഉപകാരപ്പെടുത്തില്ല. അല്ല, അപ്പം എൻ്റെ മാന എൻ്റെ കാലിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എനിക്ക് നടക്കാൻ പറ്റുമോ? ശരിയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇവൻ എന്തായാലും ചെറുപ്പമാണ്, അതുകൊണ്ട് തന്നെ അവൻ എന്തായാലും വളർന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ സിയോണട്ടെ മുഞ്ഞും കുത്തി നേരെ നിലത്തേക്ക് വീണു. അവൻ ശരിക്കും ഒരു എഫ് റാങ്ക് ആയിരിക്കും, പക്ഷേ അവൻ്റെ മാന യൂട്ടിലൈസേഷൻ അതൊന്നെങ്കിൽ ഇ അല്ലെങ്കിൽ ഡി ആണ്. എനിക്കുറപ്പാണ് ഈ പയ്യൻ. പെട്ടെന്ന് സിയോൺ വീണ്ടും എഴുന്നേറ്റിരുന്നു. എൻ്റെ കള്ളക്കിളവാ, താങ്കളിത് കണ്ടോ? ഞാൻ ആ മാന കൺട്രോൾ യൂസ് ചെയ്ത് എൻ്റെ കാഴ്ച താഴത്ത് സുഖമായിട്ട് നടക്കാനുള്ള ഒരു രീതി സെറ്റാക്കി. ഇനി എന്തായാലും എനിക്ക് സുഖമായിട്ട് നടക്കാമല്ലോ. കള്ളക്കിളവാ, നീ മൂഞ്ചി. ഞാനിനി സുഖമായിട്ട് നടക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ തലക്ക് നോക്കി ഒരെണ്ണം കൊടുത്തു. എന്തിനാണ് നീ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? അനാവശ്യമുള്ള നിന്റെ എനർജി കളഞ്ഞു കഴിഞ്ഞാൽ നീ ചാകുമെന്ന് പറഞ്ഞ് അവനെ തലക്കെട്ടൊരെണ്ണം പൊട്ടിച്ച്. പക്ഷേ സിയോൺ ശ്വാസം എടുക്കുന്ന നിന്ന്. എൻ്റെ പൊന്നിയർക്ക, ശ്വാസം എടുക്കെന്ന് പറഞ്ഞ് അവനവിടെ കിടന്ന് കാറുന്നുണ്ട്. പിന്നെ സിയോൺ കണ്ണു തുറക്കാൻ നേരത്ത് ഏകദേശം രാത്രിയായിരുന്നു. അല്ല, ഞാനിത് ആ വിഡി, നീ കണ്ണു തുറന്നോ? സമയം കളയാതെ എഴുന്നേക്കാൻ നോക്ക്.
അതിലുപരി ഇത് റിസോർട്ടൊന്നുമല്ല. അതുകൊണ്ട് പെട്ടെന്ന് എഴുന്നേക്ക്. പക്ഷെ എൻ്റെ കൈയും കാലും എനിക്ക് ആ ടൈമിലാണ് ഒരു സാധനം അവിടേക്ക് എറിഞ്ഞു കൊടുത്തത്. അല്ല, ഇത് ജെർക്കിയല്ലേ? അത് മര്യാദയ്ക്ക് കഴിച്ചുകൊണ്ട് ഞാൻ പറയുന്ന കേൾക്കാൻ നോക്ക്. എൻ്റെ ചെറുപ്പത്തിൽ ഇത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു. നീ ഇപ്പോൾ വീക്കായിരിക്കും. പക്ഷേ അന്ന് വീക്കാണെന്ന് പറഞ്ഞ് സർവൈവ് ചെയ്തിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അന്ന് വീക്കാണെങ്കിലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ബാക്കിയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഒരു കടമയായിരുന്നു. പക്ഷേ ഇന്ന് ഈ ലോകം ശരിക്കും മാറിപ്പോയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ നിന്റെ കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ പോലും നിനക്കത് മനസ്സിലാകത്തില്ല. പക്ഷേ ഉള്ളത് പറയാം. നിനക്ക് സമാധാനത്തോടെ മരിക്കാനാണെങ്കിൽ ഇവിടെ കിടക്കുന്നതാണ് നല്ലത്. നീ പതുക്കെ തന്നെ അങ്ങോട്ട് മരിച്ചോളൂ. എനിക്ക് മനസ്സിലായി നീ എന്താണ് പറഞ്ഞു വരുന്നത്. പെട്ടെന്ന് വീണ്ടും ഒരു ജെർക്ക് നേരെ നിലത്തേക്കിട്ടു. അല്ല, ഇത് സത്യം പറഞ്ഞാൽ ഞാനിത് എക്സ്പെക്ട് ചെയ്തതിലും കൂടുതലാണ്. കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു ഈ കിളവൻ ഇത്രയും നാള്, അതുമല്ല ഇത്രയും ചുമക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇവനപ്പോൾ എന്നെ പ്രായം കാണും. അതിലുപരി അവനെ ജെർക്ക് കഴിക്കുകയല്ല, അതവൻ്റെ തുപ്പലുമായിട്ട് അലിയിച്ച് അവനത് മിഴുങ്ങുകയാണ്. മേ ബി ഈ ഒരു ഡെസേർട്ടിൽ മോയ്സ്ചറിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. എങ്കിൽ ഈ കിളവന് എന്നോട് നേരത്തെ പറഞ്ഞൂടെ? പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് ഇവനൊരു മീൻ എൻ്റെ കയ്യിലേക്ക് വെച്ച് തരുന്നതിനെക്കാട്ടും ഇവൻ എന്നെ മീൻ പിടിക്കാനാണ് പഠിപ്പിക്കുന്നത്. അല്ല, പറഞ്ഞതുപോലെ ഞാൻ മീൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. അല്ല കിളവാ, എനിക്ക് ഒരെണ്ണം കൂടെ തരുവാ. വായ മുടി അവിടെ അങ്ങനെ കിടക്കാൻ നോക്കടാ. പിന്നെ കാണിക്കുന്നത് അർദ്ധരാത്രി അവൻ കിടന്ന് തുമ്മുന്നതാണ്. നാശം, ഈ ഡെസേർട്ട് ഇത്ര രാത്രി ഇത്ര തണുപ്പായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. എന്നാൽ ഈ കിളവൻ കാരണം എനിക്ക് ഉറങ്ങാനും പറ്റത്തില്ല. ഇവൻ രാത്രി ഇരുന്ന് ആ സോഡായിട്ട് സംസാരിക്കും. ശരിക്കും ഭ്രാന്തം തന്നെ. അല്ല, എനിക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അവൻ അവൻ്റെ ഉടുപ്പ് പിഴിഞ്ഞ് ആ ഒരു വിയർപ്പ് കുടിക്കുന്നതാണ്. ദേ വീണ്ടും ഇവൻ എന്നോട് പറയാതെ ഓരോന്ന് തന്നെ അങ്ങോട്ട് ചെയ്യുവാണ്. ഇവനൊക്കെ എന്ന് പറഞ്ഞുകൂടായിരുന്ന? അപ്പോൾ എൻ്റെ വിയർപ്പ് മാത്രമാണല്ലേ എനിക്കുള്ള ആശ്രയം. എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവനത് കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ്, ഡാ വിഡി. ഓ, ഞാൻ വിടിയല്ല, ഞാൻ പറയുന്നേക്ക്. ആ ശരി ശരി വിഡി. നിനക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നോ? അല്ല, എന്ത് വൈബ്രേഷൻസ്? ആ, ഈ ഒരു വൈബ്രേഷൻ. പക്ഷേ അതൊന്നും രണ്ടും ഇല്ലെന്നും പറഞ്ഞ് സിയോൺ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവരുടെ ചുറ്റിന് കുറേയധികം മാൻ ആ ബീസ്റ്റ് വന്ന് നിൽക്കുന്നത് അവർ കണ്ടത്. അത് ബിഗ് ഹോൺ ഹൈനാസ് ആയിരുന്നു. ഇവർ രാത്രികാലങ്ങളിൽ ഇര തേടി ഇറങ്ങുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. എടാ വിഡി, നിനക്കിവിടെ സർവേ ചെയ്യാൻ പറ്റുമോ? അതോ നിനക്ക് എൻ്റെ സഹായം വേണോ? പെട്ടെന്ന് അതൊരു ഹൈന നേരെ നിലത്തേക്ക് വീണു. നിന്റെ സഹായമോ? എനിക്കൊന്നും വേണ്ട കളവാ നിന്റെ സഹായം. അത് ഞാൻ തനിയെ കണ്ടെത്തിക്കോളാന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അവരുടെ നേരെ അതെല്ലാം തന്നെ ചാടി അറ്റാക്ക് ചെയ്തിട്ട് വന്നു. പിന്നെ കാണുന്ന സിയോൺ അവന്റെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ആ ഒരു മാന ബ്ലാസ്റ്റ് ചെയ്യുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ ആ സാൻഡ് യൂസ് ചെയ്ത് അവനൊരു ഗണ്ണ് പോലെ അത് യൂസ് ചെയ്യും. പക്ഷേ അത്ര എളുപ്പമല്ലായിരുന്നു. പുറകിൽ നിന്ന് വരാൻ നേരത്ത് അവൻ ആ സാൻഡ് യൂസ് ചെയ്ത് എല്ലാത്തിനെയും നെഞ്ചത്തേക്ക് അത് കുത്തി ഇറക്കുകയും ചെയ്തു. നായിന്റെ മക്കളെ, എന്തോ ഒരു എണ്ണാണ്. ഒറ്റക്കൊറ്റക്ക് വാ, ഒറ്റക്കൊറ്റക്ക് വാ. അയ്യോ, എങ്ങാനൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാരെല്ലാവരും കൂടെ എന്നെ വലിച്ചു കീറിക്കൊല്ലും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ റോ പവർ കൊണ്ട് മാത്രം എനിക്ക് ഇത്ര എണ്ണത്തിന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ മാന സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ, അല്ല ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ എന്തെങ്കിലും മാർഗം വേണം. എന്തെങ്കിലും എന്തെങ്കിലും ചിന്തിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു ഹൈന അവൻ്റെ കയ്യിൽ കയറി കടിച്ചത്. നായിൻ്റെ മകനെ, ഞാനവിടെ ചിന്തിക്കുന്ന സമയത്ത് തന്നെ നിനക്ക് എന്നെ കടിക്കണമെന്ന് പറഞ്ഞ് അവൻ അതിനെ അറ്റാക്ക് ചെയ്ത് വലിച്ച് ദൂരത്തേക്ക് എറിഞ്ഞു. കോപ്പ്, എൻ്റെ കയ്യിൽ കുറേ ഊട്ട വീണ്. ഇതൊട്ടും തന്നെ അല്ല, ഊട്ട വീണല്ലേ? ഇതേ സമയം അവൻ്റെ കയ്യിലിരുന്ന് ചോര പൊടിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ കുറേയധികം ഹൈന അവനെ അറ്റാക്ക് ചെയ്തിട്ട് വലിയ 4 സൈഡിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ചെയ്യേണ്ടത്. എല്ലാത്തിനും തലയിലൊരു ഊട്ടയിട്ടാൽ മതി എന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡ് എല്ലാത്തിനും തലയിലേക്ക് അവനാട്ട ആസാൻ്റെ കുത്തി ഇറക്കി അങ്ങോട്ട് കൊന്നുകളഞ്ഞു. ഇപ്പൊ എങ്ങനെയാടാ നായിന്റെ മക്കളെ, എല്ലാത്തിൻ്റെ തല ഞാൻ വലിച്ചു കയറി കൊല്ലുന്ന കണ്ടില്ലേ? പക്ഷേ ഇതത്ര നല്ലതല്ല. എൻ്റെ ലൈഫാണ് ഇവിടെ റിസ്ക് ചെയ്യേണ്ടിരിക്കുന്നത്. സോ സൂക്ഷിച്ച് തന്നെ എൻ്റെ മാനെ ഞാൻ യൂസ് ചെയ്യണമെന്ന് പറയുന്നിടത്ത് അവൻ്റെ നിര വന്ന ഓരോന്നിനെ അവനങ്ങാണ്ട് സിമ്പിളായിട്ട് എന്നെ കൊല്ലുന്നുണ്ട്. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയത്. ഇതേ സമയം ഒരു കിളവനെ അതൊരെണ്ണം കടിച്ചിരുന്നു. അടുത്ത സെക്കൻഡിലാണ് അവൻ പറയുന്നത്, നായകളെ, നീയൊക്കെ എന്നെ കടിക്കാൻ നോക്കുകയാണല്ലേ? അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. പെട്ടെന്ന് അവനൊന്ന് ചിരിച്ച്. ആ ചിരി കണ്ടപ്പോൾ തന്നെ സിയോന്റെ കാര്യം മനസ്സിലായി അതൊട്ടും നല്ലതല്ലെന്ന്. അടുത്ത സെക്കൻഡ് ചത്ത് തൊലട നായിൻ്റെ മക്കളെന്ന് പറഞ്ഞ് അവനൊരു മാസീവുള്ള അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് സിയോൺ അവൻ്റെ സാൻഡ് യൂസ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അവനൊന്നും പറ്റാഞ്ഞത്. കള്ളക്കിളവൻ ശരിക്കും ഭ്രാന്തം തന്നെയാണ്. അതിലുപരി ആ ഒരു അറ്റാക്ക് പിന്നെ കാണുന്നത് അത്രയും ഭാഗം അവരെ ക്ലീനാക്കി കളഞ്ഞതാണ്. ഇവൻ ശരിക്കും ഒരു മനുഷ്യനാണോ? അല്ലെങ്കിലും ഇത്രയും പവർഫുൾ ആയ സ്കിൽ എങ്ങനെയാണ് ഇവൻ? സിയോൺ, ഒരു കാര്യം മറക്കണ്ട, അവനോട് ഇനി അനാവശ്യമായിട്ട് വായത്താൾ അടിക്കാനെന്ന് പോയ കളി അവൻ ചിലപ്പോൾ നിന്നെ. പക്ഷേ പെട്ടെന്നാണ് മറ്റൊരു കാര്യം കണ്ടത്. ആ ഒരു ഹൈനയുടെ മേഖലയിൽ ആ കിളവൻ കയറി നിൽക്കുകയാണ്.
എന്തിനാടാ കിടന്ന് കാർന്നത്? അല്ല നീ ഒരു ഫീമെയിൽ ആണല്ലേ? നിന്റെ ഫർ എന്തായാലും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഹൈന അവന്റെ നേരെ നോക്കി ഒരൊറ്റ കണ്ട് ചെയ്യാൻ പോയി. അത് ഫോഴ്സ് ഫീൽഡായിരുന്നു. എടാ നായേ, അപ്പൊ നീ ഒരു ബി റാങ്ക് ആണെന്ന് പറഞ്ഞപ്പോ അവനൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. "എടാ കിളവാ, സൂക്ഷിച്ചെന്ന് പറഞ്ഞ് സീൻ അവിടേക്ക് ഓടി വന്നപ്പോ കണ്ട കാഴ്ച, അവൻ ചെയ്ത ആ ഒരു അറ്റാക്ക് ലിറ്ററലി ആ കിളവൻ അവന്റെ കൈ കൊണ്ട് പിടിച്ചെടുത്തു. സിയോനോടെ അങ്ങോട്ട് സ്റ്റോപ്പായി പോയി. അവനത് പ്രോസസ്സ് പോലും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എന്താടാ നീ എന്നെ ഇക്ലടിപ്പിക്കുവാണോ? എങ്കിൽ പിന്നെ അതങ്ങോട്ട് നീ ചത്തട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അവൻ മാസി വളരെ അറ്റാക്ക് അതിനങ്ങോട്ട് ചെയ്ത് അങ്ങോട്ട് കൊന്നുകളുണ്ട്. ആ രക്തം അവിടെ തെറിച്ച് പോവുകയും ചെയ്തു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? ഈ കിളവനെ പറ്റിയാണ് ഞാൻ ഇത്ര നേരം വിഷമിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല കിളവാ, നമ്മൾ എന്തായാലും ഇത്ര നേരം പിടിച്ചില്ലേ, ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നു പറഞ്ഞ് അവിടെയുള്ള ഒരു ഹൈനയുടെ ആ ഒരു തോലെടുത്ത് അവനങ്ങോട്ട് വിടുകയും ചെയ്യും. നീ ശരിക്കും ഒരു വിടി തന്നെയാണ്. നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലേ? അല്ല നീ എന്നോടാണ് പറയുന്നത്? പിന്നല്ലാതെ ഇവിടെ വേറെ ആരുണ്ടാ? നീ കണ്ടില്ലേ ഈ ഒരു ഹോൺസിന് എന്തുമാത്രം ഉപയോഗം ഉണ്ടെന്ന് നിനക്കറിയാവോ? അതിലുപരി ഇതിനൊരു ലൈറ്റ്നിങ് ആർട്ടിബ്യൂട്ടി ഉണ്ട്. ഇതെന്തായാലും ഒരു പെർഫെക്റ്റ് ഉള്ള വെപ്പണാക്കി മാറ്റാൻ പറ്റൂ. ഇത് പിടിച്ചെന്ന് പറഞ്ഞ് ഒരു സാധനം അവൻ്റെ നേരെ എറിഞ്ഞു കൊടുത്തു. അത് അവൻ്റെ സാൻഡ് യൂസ് ചെയ്ത് തന്നെ അവൻ പിടിക്കുകയും ചെയ്തു. അല്ല കത്തിയോ? ആ, ഇന്ന് ഈ നിമിഷം മുതൽ നിന്റെ ഫുഡ് ഇനി നീയാണ് കണ്ടെത്താൻ പോകുന്നത്. ഹൈനയുടെ മസിൽസ് ഉണ്ടല്ലോ, ആ ഒരു ബിഗ് മസിൽസ് കംപ്ലീറ്റ്ലി ടോക്സിക് ആണ്. അത് കഴിച്ചാൽ നീ അപ്പം തന്നെ മരിക്കും. പക്ഷേ അവരുടെ ഫറിൻ്റെ തൊട്ട് താഴത്തുള്ള ആ ഒരു ഫ്ലാങ്ക് മീറ്റ് ഉണ്ടല്ലോ, അത് പോയ്സൺ ഫ്രീ ആണ്. അത് നീ എടുത്തു വെച്ചോ. അപ്പോൾ ഇതിനെല്ലാത്തിനും ഞാൻ വേഗം ചെയ്യടാ, വേഗം ചെയ്യ്, നമുക്ക് പോകണമെന്ന് പറയാൻ നേരത്ത് യെസ് സാർന്ന് അവൻ പറയുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് പാട്ടും പാടി സിയോൺ മുന്നിലേക്ക് പോകുന്നതാണ്. എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, പക്ഷേ വിശക്കുന്നില്ല. കഴിക്കാൻ കുറേ അധികമുണ്ട്. അതിലുപരി ഒരു കാറ്റും ചെറുതായിട്ട് കിട്ടുന്ന പോലെ. ഹല്ല കളവാ, നിനക്ക് എന്നെപ്പറ്റി ഓർത്ത് കുശുമുണ്ടോ? ഒന്ന് ആലോചിക്ക്, ഈ പ്രായത്തിൽ നിനക്ക് എന്തെങ്കിലും പവർ ഉണ്ടായിരുന്നോ? ഞാനിപ്പോൾ ഓടിച്ചേർന്ന് നടക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അവനൊരു അറ്റാക്ക് ചെയ്തു. പക്ഷേ സിയോൺ അത് ഡോഡ് ചെയ്തിട്ട് പറയും ചെയ്യും, എനിക്കറിയാം നടക്കളവാ നീ അറ്റാക്ക് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ നിസ്സാരമായിട്ട് ഡോഡ് ചെയ്ത് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അടുത്തടി അവന്റെ തലക്ക് തന്നെ വന്നിരുന്നു. എടാ വിഡി, അനാവശ്യമായിട്ട് കിടന്ന് കാറിൽ ഞാൻ പറഞ്ഞല്ലേ, വെറുതെ എന്തിനാണ് നിന്റെ എനർജി ഇവിടെ വേസ്റ്റ് ചെയ്യുന്നത്? എന്നാലും ഒരു ജോക്കല്ലേ, അതുപോലും മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് നോക്കിയപ്പോൾ നമ്മുടെ അവനായിട്ട് ഒരു സൈഡിലേക്ക് നോക്കി. അല്ല നീ എന്ത് ചെയ്യാണ്? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? പക്ഷേ പെട്ടെന്നാണ് സിയോണും അത് ശ്രദ്ധിച്ചത്. അവിടെ ഒരു തണുപ്പ്. അല്ല ഇനിയെങ്ങാനും ഇവൻ നോക്കുന്നത് അവിടേക്കല്ലേ? അവിടെ എന്തെങ്കിലും കാണുമോ? ഇനിയെങ്ങാനും ഒരു ഒയേസിസ്? കുറച്ചു ദൂരം നടന്നതിന് ശേഷമാണ് യെസ്, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അത് ഇവിടെയുണ്ട്, അതിവിടെ തന്നെയാണെന്ന് പറഞ്ഞ് അവരങ്ങനെ മരുഭൂമിയിലെ ആ ഒരു ഒയാസിസ് കണ്ടെത്തി. ആൻഡ് അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.